ആ പറഞ്ഞു. എന്താ പറഞ്ഞേ? മത്തായി ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായി ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? എടാ റേഷൻ കടയിൽ പോയിട്ട് അരിയും മണ്ണെണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്ന്. എന്നോടാ? പിന്നെ ഞാൻ ആരോട് പറയണം? അച്ഛ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു TTA ആണ് ഞാൻ. എന്നോട് പോയി റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ പറയണ അച്ഛൻ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ? ആ ടിക്ടോക്ക് ആർട്ടിസ്റ്റ് പാരിക്കുട്ടൻ. ഇന്ന് കേരളം മുഴുവൻ തിരിച്ചറിയണ ഒരു പേരാണ് അത്. ആര്, നീയോ? ഇല്ല, അച്ഛൻ. ഈ നിൽക്കുന്ന കാലമാടനുണ്ടല്ലോ, ഡെയിലി സ്റ്റാറ്റസ് ഇടും. സ്റ്റാറ്റസ് ഇടാനാണോ ഡിവോഴ്സ് ചെയ്യണത്? ചോദിക്കുന്നത് അങ്ങനെയുള്ള സ്റ്റാറ്റസ് ഒന്നല്ല. ഈ മനുഷ്യൻ വീട്ടിലോട്ട് വന്ന ഉടനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും ഭാര്യയോടൊപ്പം. നല്ല ക്യാപ്ഷൻ ആണല്ലോ. പിറ്റേ ദിവസം അതേപോലെ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ മക്കളെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് ഒരു വീടാണ് സ്വർഗം. അതാണ് സ്നേഹം. അത് സ്നേഹം കൊണ്ടല്ല, ഇങ്ങനെ കാമുകിക്ക് സിഗ്നൽ കൊടുക്കാണ്, വീട്ടിലാണ് വിളിക്കരുത്. താങ്കളുടെ പേരിൽ ഒരു മാല മോഷ്ടിച്ച കേസുണ്ടല്ലോ. അത് കഴിഞ്ഞ മാസം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചൊരു കേസുണ്ടല്ലോ. അയ്യോ, അത് കഴിഞ്ഞ ആഴ്ചയിലല്ലയോ? ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ അരയിൽ നിന്നും അരഞ്ഞാണം മോഷ്ടിച്ച കേസും ഉണ്ട് തന്റെ പേരിൽ. ഞാൻ നടന്ന സംഭവം. ഇതെന്തോരാണ് ഇത്? അതെല്ലാം കഴിഞ്ഞതല്ലയോ? ഞാൻ ചോദിക്കട്ടെ, എന്നെ ഇവിടെ 6 മാസം അകത്തിട്ടു. ഇവിടുത്തെ പോലീസ് എന്നെ തല്ലി പെറ്റി അടിച്ചു. ഞാൻ ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ലോ ഇരിക്കുന്നത്. ഇതെന്ന് നടന്ന കേസാ. അത് കുറിച്ച് വെച്ചിട്ട് അത് വെച്ച് പെരുമാറുവാ. എന്താ എടുത്തി ഏട്ടനെതുവരെ എത്തിയില്ലേ? ഞാൻ കാത്തിരിക്ക. അകത്തിരുന്ന് കാത്തിരുന്നാ പോരെ, പുറത്ത് ഇരുട്ടല്ലേ. അപ്പൊ സുന്ദരേഷ് അതൊന്നും കേട്ടിട്ടില്ല? ഏത്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആ ഭാര്യയാണ് ഈ ഭാര്യന്ന് ഞാൻ അറിഞ്ഞില്ല. ആണോ? തലയിലും മുഖത്തും അതും ഇതൊക്കെ വെളുക്കാൻ തേച്ച് വട്ടായി പോയിന്നാ തോന്നണേ. വിശന്ന് കുടലെത്തി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴല്ല, ചോറെടുത്ത് ഒരു പിടി വായുള്ളു. അച്ഛൻ വന്നൊരു ഒറ്റ ഡയലോഗാണ്. എന്തോടാ, 10-35 വയസ്സായില്ലടാ, ഇപ്പോഴും ഞാൻ പണിയെടുത്തിട്ട് വേണം നിനക്ക് തിന്നാൻ. പുള്ളിക്ക് അങ്ങനെ തകർന്നു പോയി. ഞാൻ തകർന്നു പോയി. പുള്ളി ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല പുള്ളിക്ക്. എന്നിട്ട് എന്നോട് പണിക്ക് പോകും. 250 ആദ്യം തന്നു. 250 ആദ്യം തന്നു. രണ്ടാമത് 250 കൂട്ടി. കൂട്ടണം. 0 0 0 5 5 10 2 2 4 4100 രൂപ. 4100. എന്നാ 0 കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണണ. പിന്നെ അല്ലാണ്ട് 20 ആവും. മേലാലെന്റെ വീട്ടിനകത്ത് നീ കാലുകുത്തരുത്. കാലും കുത്തും കൈയും കുത്തും. ഞാനിവിടെ വരും, അവളെ കാണും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളെ കാണിക്കുകയും ചെയ്യും. ചോദ്യം തടയടാ. മതിയാ? എന്താ നിർത്തിയത്? തകടാ.